അപ്പോൾ നമുക്ക് കടയിൽ പോകാം. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര ബഹളം കേൾക്കുന്നില്ലേ? അടുത്ത വീട്ടിലെ കുട്ടികളാണ് കേട്ടോ. അവരവിടെ ഭയങ്കര കളി, കുറേ കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ അവരുടെ കളിയുടെ ശബ്ദമാണ് അത് കേൾക്കുന്നത്. ഞങ്ങൾ കടയിൽ പോവാണ്. ഞാനും അമ്മയും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ രമേശ് പറഞ്ഞു ഞാനും വരുന്നുണ്ട് എന്ന്. അടുത്ത് തന്നെയാണ്. അപ്പോൾ രമേശ് 3 ദിവസത്തെ ലീവിന് വന്നതാണ്. 28 രാത്രി വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കടയിൽ പോകുന്ന പിറ്റേ ദിവസമാണ്. ഞങ്ങൾ വൈകുന്നേരത്തേക്ക് വറക്കാൻ എന്തെങ്കിലും മീനൊക്കെ വാങ്ങണം, പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ വരുന്നവരാണ് കേട്ടോ. വെള്ളയും കറുപ്പും കുറുക്കനും. കുറുക്കൻ്റെ പോലെ ഇരിക്കുന്ന പട്ടിയെന്ന് ഞാൻ പറയാറില്ല വീഡിയോസിലൊക്കെ, ആ പട്ടിയാണിത്. ഞാൻ നേരെ കാണുന്നതാണ് പച്ചക്കറി കടയും. അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ നിൽക്കുന്ന കടയും. പുള്ളി പിന്നെന്താ സാമ്പാർ കഷ്ണം മേടിക്കാനുണ്ടായിരുന്നു. പുള്ളി നാളത്തേക്ക് ദോശയുടെ കൂടെ പുള്ളി സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ദേ മീൻ വിൽക്കുന്ന കട തൊട്ടടുത്ത് തന്നെയാണ്. അമ്മ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് സാമ്പാർ കഷ്ണം പോരാത്ര. ഞങ്ങൾ ചുമന്ന കോര വാങ്ങി. അങ്ങനെ ഇതൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരാളെ കണ്ടു. ഇതാണ് കേട്ടോ. വരുന്ന വഴിക്ക് അടുത്ത വീട്ടിലൊരു പറമ്പിൽ കണ്ടതാണ്. അപ്പം ഞാനിങ്ങനെ അതിനെ വീഡിയോ എടുത്തു. ഞാൻ ഈ വീഡിയോ എടുക്കൽ അവസാനിപ്പിക്കുന്നത് കാണാതായപ്പോൾ അവരങ്ങ് നടന്നു തുടങ്ങി, അമ്മയും രമേശും. കുറേ ഉണ്ട് കേട്ടോ അവിടെ, വീടിൻ്റെ അവിടെ പരിസരത്തൊക്കെ. അവരങ്ങ് പോയി, പിന്നാലെ ഓടി ഞാൻ. അങ്ങനെ വീട്ടിലെത്തി. ഇതാ മീൻ വെട്ടി, വൈകുന്നേരം വറക്കണ്ടേ. അപ്പോൾ മീനൊക്കെ നന്നാക്കി. കൂടെ റാണിപ്പൂച്ചയും കുടുപ്പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ നമ്മുടെ കുടുവിൻ്റെ ശത്രു വന്നു, വാലൻ. അപ്പോൾ ഇതാ കുടുവിനെ എടുത്ത് തോളത്ത് കയറ്റി. ഇവിടെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും വാലൻ. ഇതാണെങ്കിൽ ഒരു പാവം പൂച്ചയാണ്. വാലൻ വന്നു. അമ്മ മീൻതല പുറത്ത്, ഇവർ കോരയുടെ തല അങ്ങനെ പൂച്ചയും തിന്നത്തില്ല. അപ്പോൾ പട്ടികൾ തിന്നുമെന്ന് വരെ അവർക്ക് കൊണ്ട് കൊടുത്തതാണ്. ആർക്ക് വേണം നിങ്ങളുടെ മീൻതലാന്നും പറഞ്ഞിട്ട് അത് പോയി. അപ്പോൾ ഇതാ വൈകുന്നേരം ഗോതമ്പ് ദോശ കഴിച്ചു. ഉച്ചക്കലത്തെ പരിപ്പും മുരിങ്ങയിലയും തോരൻ വെച്ചതും പിന്നെ മീൻ വറുത്തൊക്കെ കൂട്ടി ഗോതമ്പ് ദോശയാണ് ഞാൻ കഴിച്ചത്. രമേശ് ചോറുണ്ടു. അച്ഛനും അമ്മയും നേരത്തെ കഴിച്ചു കേട്ടോ. ഞങ്ങളൊന്ന് വൈകി കഴിക്കാൻ.
എൻ്റെ കയ്യിലെ പാട് കണ്ടു, എന്നാൽ കടന്നല് കുത്തിയതാണ്. ഭയങ്കര വലിയൊരു പാടായി, വൃത്തികേടായി ആകെ. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം രമേശ ഉള്ളപ്പോൾ ഞങ്ങളിങ്ങനെ ഉമ്മർത്ത് വന്നിരുന്ന് വർത്താനം പറഞ്ഞിരിക്കും. ഒരു 10:30-11 മണി വരെയൊക്കെ ഇങ്ങനെ രമേശമായിട്ട് വർത്താനം പറഞ്ഞിരിക്കും. അപ്പോൾ ഇന്ന് ആൾക്കൊരു മൂഡില്ല, തൊണ്ടവേദനയും ചുമയൊക്കെ. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോയി വേഗം. അപ്പോൾ റൂമിൽ ചെന്നപ്പോൾ എന്നേക്കാൾ മുന്നേ 2 പേര് ഹാജരായി. ഒരാൾ ഉറങ്ങിയില്ലേ, ഒരാൾ ഭയങ്കര വൃത്തിയാക്കൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. അവൻ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ അടുത്ത് വന്ന് കിടന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.